പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ വൈദികനെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു. എറണാകുളം പുത്തൻവേലിക്കര ലൂർദ് മാതാ പള്ളി വികാരി ഫാദർ എഡ്വിൻ ഫിഗറസിനെതിരെയാണ് പോലീസ് തെരച്ചിൽ നോട്ടീസ് പുറത്തിറക്കിയത്. പോലീസ് കേസെടുത്തതിനെ തുടർന്നാണ് ഫാദർ എഡ്വിൻ ദുബായിലേക്ക് കടന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളുമായി ഹണി സെബാസ്റ്റ്യൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഹണി, എന്താണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ? ഹാരി 14-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനിയെ പുത്തൻവേലിക്കര ലൂർദ് മാതാ പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ എഡ്വിൻ ഫിഗറസ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കാട്ടി കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകുന്നത്. പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ ഫാദർ എഡ്വിൻ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തന്നോടുള്ള മുൻവൈരാഗ്യമാണ് കേസിന് പിന്നിലെന്ന് കാട്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്ന് വൈദികനെ അറസ്റ്റ് ചെയ്യുന്നത് മെയ് 5 വരെ കോടതി തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹം ദുബായിലേക്ക് മുങ്ങിയതായാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് വടക്കേക്കര എസ് ഐ ലുക്കൌട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തൃശൂർ സ്വദേശിയാണ് ലൂർദ് മാതാ പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ എഡ്വിൻ ഫിഗറസ്. ഹണി, ഇയാൾക്കെതിരെ നേരത്തെ തന്നെ മാസങ്ങളായി ഈ സംഭവം നടന്നിട്ട് പരാതി ലഭിച്ചിട്ട്, പക്ഷേ അന്ന് ഇയാൾക്കെതിരെ പോലീസ് പ്രാഥമികമായി പോലും നടപടി എടുത്തിരുന്നില്ല. ഇയാളെ അന്ന് അറസ്റ്റ് ചെയ്യാമായിരുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചതുകൊണ്ടല്ലേ ഈ പ്രതി ഇപ്പോൾ ദുബായിലേക്ക് കടന്നിരിക്കുന്നത്? തുടക്കത്തിൽ തന്നെ പോലീസ് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇയാളെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് അക്കാര്യത്തിൽ വലിയൊരു അനാസ്ഥ കാട്ടി എന്ന് പറയാൻ കഴിയില്ലേ? തീർച്ചയായും ഹരി, ഈ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ തന്നെ ജനുവരിയിൽ തുടങ്ങിയ പീഡനം മാർച്ച് 28 വരെ തുടർന്നതായാണ് പറയുന്നത്. പള്ളിയിൽ കുർബാനയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായി പോയിരുന്ന പെൺകുട്ടിയെ പള്ളി വികാരി അടുപ്പം നടിച്ച് മേടയിലേക്ക് വിളിക്കുകയായിരുന്നുവെന്നും അവിടെ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കുടുംബസഹിതം ഇല്ലാതാക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പരാതി പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് തന്നെ ഫാദർ എഡ്വിൻ ഒളിവിൽ പോയിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഇത് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തന്നോടുള്ള മുൻവൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്ന് കാട്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി 5 വരെ വൈദികനെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഫാദർ ദുബായിലേക്ക് കടന്നതായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഇതേ തുടർന്നാണ് വടക്കേക്കര എസ് ഐ ഇപ്പോൾ മാധ്യമങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഫാദർ എഡ്വിൻ ഫിഗറസിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ വൈദികനെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ നോട്ടീസ് പുറത്തിറക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഹണി സെബാസ്റ്റ്യൻ.